ചോദ്യം 1. ഗോൾഫ് കളി ഉടലെടുത്തത് ഏത് രാജ്യത്താണ്? കൊടുത്തിരുന്ന ഓപ്ഷനുകൾ ബെൽജിയം, ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, ഹോളണ്ട്. ശരിയുത്തരം ഓപ്ഷൻ സി, സ്കോട്ട്ലൻഡ്. 15-ാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലൻഡിലാണ് ഗോൾഫ് കളി ഉടലെടുത്തത്. ഹോളണ്ടിലെ കോൾവൻ, ബെൽജിയത്തിലെ കോലെ എന്നീ കളികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഗോൾഫ് എന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. കളിസ്ഥലത്ത് ഒരു കോലുകൊണ്ട് ചരൽക്കല്ല് തട്ടിക്കളിക്കുകയാണ് മേൽപ്പറഞ്ഞ 2 കളികളിലും ചെയ്യുക. സ്കോട്ട്ലൻഡ്കാരാണ് ഒരു കുഴി കൂടി ഉൾപ്പെടുത്തി ഗോൾഫ് എന്ന് ഇന്ന് നാം അറിയുന്ന രീതിയിലുള്ള ഒരു കളിയാക്കി ഇതിനെ മാറ്റിയത്. ഗോൾഫിന് സ്കോട്ട്ലൻഡിൽ പ്രചാരം വർദ്ധിച്ചതോടെ സൈനിക പരിശീലനത്തിന് യുവാക്കളിൽ താൽപര്യം കുറയുന്നു എന്ന് മനസ്സിലാക്കി 1457 ആ കളി നിരോധിച്ചു. പക്ഷേ ജനങ്ങൾ മണൽക്കൂനകളിലും കടലോരങ്ങളിലുമൊക്കെ ഗോൾഫ് കളിക്കാൻ ആരംഭിച്ചു. ഈ സ്ഥലങ്ങളെ അവർ ലിങ്ക്സ് എന്നാണ് വിളിച്ചത്. ഇംഗ്ലണ്ടിൽ ജെയിംസ് ഒന്നാമന്റെ ഒത്താശയോടെ ബ്രിട്ടനിൽ ഗോൾഫ് കളി പച്ചപിടിച്ചു. അവിടെ നിന്നും ഈ കളി വടക്കേ അമേരിക്കയിലേക്കും ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. 1888 ന്യൂയോർക്കിലെ യോങ്കേഴ്സിൽ അമേരിക്കയിലെ ആദ്യത്തെ ഗോൾഫ് കോഴ്സ് തുറന്നത്. ചോദ്യം 2. ഒന്നാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? കൊടുത്തിരുന്ന ഓപ്ഷനുകൾ KC നിയോഗി, YB ചവാൻ, മഹാവീർ ത്യാഗി, ഡോക്ടർ C രംഗരാജൻ. ശരിയുത്തരം ഓപ്ഷൻ എ, KC നിയോഗി. ഭരണഘടനയുടെ 280-ാം വകുപ്പ് പ്രകാരം ഓരോ 5 വർഷം കൂടുമ്പോഴും രാഷ്ട്രപതിയാണ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. ഒരു അധ്യക്ഷനും 4 അംഗങ്ങളും അടങ്ങുന്നതാണ് കമ്മീഷൻ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ നികുതികൾ വീതം വയ്ക്കുന്നതിന്റെ രീതി തീരുമാനിക്കുക, സഞ്ചിത നിധിയിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് ഗ്രാന്റ്സ് ഇൻ എയ്ഡ് നൽകുന്നതിന്റെ മാനദണ്ഡങ്ങൾ തയ്യാറാക്കുക എന്നിവയാണ് കമ്മീഷന്റെ പ്രധാന ചുമതലകൾ. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. ധനകാര്യ കമ്മീഷനിൽ അംഗമായ ആദ്യത്തെ മലയാളി VP മേനോനാണ്. ചോദ്യം 3. ദില്ലിയിലെ ചുവപ്പുകോട്ട പണി കഴിപ്പിച്ചതാര്? കൊടുത്തിരുന്ന ഓപ്ഷനുകൾ അക്ബർ, ബാബർ, ഹുമയൂൺ, ഷാജഹാൻ. ശരിയുത്തരം ഓപ്ഷൻ ഡി, ഷാജഹാൻ. മുഗൾ സാമ്രാജ്യത്തിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ഷാജഹാന്റെ ഭരണകാലമാണ്. താജ്മഹൽ, മോത്തി മസ്ജിദ്, ജുമാ മസ്ജിദ് എന്നിവ പണിതതും ഷാജഹാനാണ്. ഖുറം എന്നാണ് ഷാജഹാന്റെ യഥാർത്ഥ പേര്. മുഗൾ ശില്പവിദ്യ ആരംഭിച്ചത് ഷാജഹാനാണ്. ഷാജഹാന്റെ കാലത്താണ് പ്രശസ്തമായ മയൂര സിംഹാസനം നിർമ്മിച്ചത്. ചോദ്യം 4. ഇന്ത്യയിൽ കായിക താരങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി ഏത്? കൊടുത്തിരുന്ന ഓപ്ഷനുകൾ അർജുന, ഖേൽ രത്ന, ഭീഷ്മാചാര്യ, ദ്രോണാചാര്യ. ശരിയുത്തരം ഓപ്ഷൻ ബി, ഖേൽ രത്ന. ഇന്ത്യയിൽ കായിക താരങ്ങൾക്ക് നൽകുന്ന ഏറ്റവും ഉന്നത ബഹുമതിയാണ് രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ്. ഇന്ത്യയിലെ കായിക താരങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ആദ്യ പ്രമുഖ പുരസ്കാരമാണ് അർജുന അവാർഡ്. മികച്ച കായിക പരിശീലകർ നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. ദ്രോണാചാര്യയും ഖേൽ രത്നയും ഒരേ വർഷം ലഭിച്ച ദമ്പതിമാരാണ് റോബർട്ട് ബോബി ജോർജും അഞ്ജു ബോബി ജോർജും.